ഹലോ ഗൈസ്, ഞാൻ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയ കഥ കേട്ടോ നിങ്ങളോട് പറയണത്. സംഭവം കണ്ടാൽ തന്നെ അറിയാമല്ലോ, അടപടലം ഫ്ലോപ്പായിരിക്കണം. ഈ കളറിലെല്ലാം മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാവുക. ഈ തേങ്ങ കുറഞ്ഞതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. സംഭവം എനിക്കിങ്ങനെ കിട്ടി. ഒരു 4-5 പഴുത്ത മാങ്ങ എടുക്കുക. ഇത് ഉണ്ണിമാങ്ങാന്ന് നാടൻ മാങ്ങ എന്നൊക്കെ പറയും കേട്ടോ. നമ്മളിവിടെ ഉണ്ണിമാങ്ങ എന്നാട്ടോ പറയുക. അപ്പോൾ ഒരു 6 മാങ്ങ എടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണേ. നല്ല വെളിച്ചുണ്ടായിക്കോട്ടെ വിചാരിച്ച് അടുപ്പത്ത് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ ആയാണ് ഇത് സംഭവം കൊളായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ കുറേ മുന്നെടുത്ത വീഡിയോ കേട്ടോ. മാമ്പഴ സീസണിൻ്റെ ടൈമിൽ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഞാൻ ഈ മാങ്ങ വേവിച്ചതിലേക്ക് പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ച് അപ്പോഴും വെള്ളം കൂടി അവിടെ ഒരു ഫ്ലോപ്പ് അവിടെ സംഭവിച്ചു. പക്ഷെ പിന്മാറാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ ഏതായാലും ആയില്ലേ, നഞ്ഞിലഞ്ഞ് കുളിച്ച് കയറാന്നുള്ള ലെവലിൽ തന്നെ നിന്ന്. അങ്ങനെ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനം കേട്ടോ, തേങ്ങ, ഒരു കപ്പ് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, പിന്നെ തൈര്. ഇതെല്ലാം കൂടി നമുക്ക് ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി അടിച്ചെടുക്കാം. തൈരാട്ടോ, വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യില്ലേ. നന്നായിട്ട് നമുക്ക് അരിച്ചെടുത്ത് വരാം. ഇതടിക്കാൻ നിൽക്കുമ്പോഴത്തേന് എൻ്റെ അടുപ്പത്തുള്ള ഏകദേശം അടി പിടിച്ച മാതിരി ആയിപ്പോയി. സംഭവം ശർക്കരയൊക്കെ ഇടുന്ന അടി പിടിച്ചാൽ തോന്നണം. ക്യാമറയിൽ കാണാൻ 2-3 മാങ്ങ കരിഞ്ഞാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വീഡിയോ എടുത്താൽ. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇത് കുറുങ്ങനാട്ടോ ഈ കറി ഉണ്ടാവേണ്ടി. എൻ്റെ കുറച്ച് കുറുകനും കൂടിപ്പോയി എന്ന് തോന്നുന്നു. കളർ തന്നെ ഓൾമോസ്റ്റ് മാറിപ്പോയി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളകും ആഡ് ചെയ്തിട്ട് അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനം എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ ആട്ടോ എനിക്ക് കിട്ടിയത്. എനിക്ക് കളറിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. ഞാൻ കുറച്ചൊന്ന് കറിവേപ്പില ഇട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ച്. ഇതിൽ മെയിൻ വന്ന ഫോൾട്ട് എന്താ വെച്ചാൽ, ഇന്ത്യയിൽ നമുക്ക് ഒരു കൈമ ക്യാമറയും പിടിക്കണേ, പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് വെളിച്ചുള്ള സ്ഥലത്തേക്ക് ഈ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റല്ലേ, ആ ടൈമിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കുക മാമ്പഴ പുളിശ്ശേരിക്ക് ഈ കളർ വന്നത്. ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെ ആണ് കേട്ടോ.